ഹായ് എവ്രി വൺ. BEGLA 137ൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലിറ്റററി ഡിവൈസസ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത ആളുകൾക്ക് അറിയാവുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും റെഗുലറായിട്ട് ചോദിച്ചു വരുന്നൊരു ടോപ്പിക്കാണ് ലിറ്റററി ഡിവൈസസ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് സാധാരണ വരാറുള്ളത്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി ടു ഓഫ് ദി ഫോളോയിങ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഇൻ അബൌട്ട് 100 വേർഡ്സ് ഈച്ച്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ ഫ്രെയിം ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ ഉദ്ദേശിച്ചാണ്. അപ്പം ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഓരോ ലിറ്റററി ഡിവൈസസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ നിങ്ങൾക്ക് എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഓരോ ടോപ്പിക്കിലും അല്ലെങ്കിൽ ഓരോ ഡിവൈസസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ടായിരിക്കും. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് ലിറ്റററി ഡിവൈസ്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ 5-6 ഡിവൈസസ് തന്നിട്ടുണ്ടായിരിക്കും, ലിറ്റററി ഡിവൈസസ് അല്ലെങ്കിൽ ടേംസുകൾ തന്നിട്ടുണ്ടായിരിക്കും. ആ ടേംസിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലേ? അതും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വിത്ത് ദി എക്സാമ്പിളോട് കൂടിയിട്ടാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ എക്സ്പ്ലെയിൻ യു വാട്ട് ഈസ് എ ലിറ്റററി ഡിവൈസ്. നോക്കാം നമുക്ക്. എ ലിറ്റററി ഡിവൈസ് ഈസ് എ ടെക്നീക്ക് ഓർ ടൂൾ used by the writers to make their writing more effective, interesting and meaningful. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ലിറ്റററി ഡിവൈസസ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്, ഒരു ടെക്നീക്കാണ്. ആരുപയോഗിക്കുന്ന റൈറ്റേഴ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്കാണ്, ഒരു ടൂളാണ് ഈ പറയുന്ന ലിറ്റററി ഡിവൈസ്, അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കാറുള്ളത്? ടു മേക്ക് ദെയർ റൈറ്റിംഗ് മോർ എഫക്റ്റീവ്, ഇൻട്രസ്റ്റിംഗ് ആൻഡ് മീനിങ് അല്ലേ? ലിറ്റററി വർക്കിനെ കൂടുതൽ ഇൻട്രസ്റ്റീവ് ആക്കാൻ വേണ്ടി, അതുപോലെ തന്നെ കൂടുതൽ മീനിങ് ആക്കാൻ വേണ്ടി കോമൺ ആയിട്ട് റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ലിറ്റററി ടെക്നീക്കാണ്, ടൂളാണ് ഈ പറയുന്ന ലിറ്റററി ഡിവൈസ്. ഓക്കെ ആണല്ലോ? ദീസ് ഡിവൈസസ് ഹെൽപ്പ് ടു എക്സ്പ്രസ് ഐഡിയാസ് ഇൻ ക്രിയേറ്റീവ് വേസ്, എൻകറേജ് ദ റീഡേഴ്സ് ഇമാജിനേഷൻ ആൻഡ് ആഡ് ഡെപ്ത് ടു ദി ടെക്സ്റ്റിൽ. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ലിറ്ററേച്ചറിനെ, സാഹിത്യത്തിനെ നമ്മുടെ ഡേ ടു ഡേ ലാംഗ്വേജിൽ നിന്നും കമ്മ്യൂണിക്കേഷനിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട എലമെൻ്റാണ് ഈ പറയുന്ന എന്ത് ലിറ്റററി ഡിവൈസ്, അല്ലേ? ഈ ഒരു ലിറ്റററി ഡിവൈസസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് സാഹിത്യത്തിന് ആ സാഹിത്യത്തിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി വരുന്നത്. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചുകൂടാ. ലിറ്റററി ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കാണ്, ടൂളാണ് യൂസ്ഡ് ബൈ റൈറ്റേഴ്സ്. അപ്പം നിങ്ങൾ ഈ പറയുന്ന 2 ലിറ്റററി ഡിവൈസസിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, എക്സാമ്പിളോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ലിറ്റററി ഡിവൈസ്. ഈ ഒരു ലിറ്റററി ഡിവൈസ് എന്താണെന്ന് പറഞ്ഞതിന് ശേഷമാണ് നൗ ലെറ്റസ് എക്സ്പ്ലെയിൻ ദ ലിറ്റററി ഡിവൈസസ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതാണോ അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 2 ലിറ്റററി ഡിവൈസസ്, അതിനെക്കുറിച്ച് ഓരോ പാരഗ്രാഫുകളിലായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നോക്കാം നമുക്ക് ഇനി 1 by 1 ആയിട്ട് നോക്കാം. അപ്പം ഇവിടെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ലിറ്റററി ഡിവൈസസ് സറ്റയർ, ആൻറ്റിതെസിസ്, മെറ്റോണമി, ദെൻ സിമിലി, ആലിഗറി, മെറ്റഫർ, സിമ്പിൾ, ഐറണി, ഹൈപ്പബലി, യൂഫിമിസം, ഓർണമെറ്റോപ്പിയ. ഇപ്പം ഇത്രയും 11ഓളം ലിറ്റററി ഡിവൈസസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് വൺ, സറ്റയർ. Satire is a literary device used to express and criticize foolishness, corruption, or shortcoming in individuals, society, or institution through humor, irony, exaggeration, or ridicule. അപ്പം ശ്രദ്ധിക്കുക, സറ്റയർ എന്ന് പറയുന്നത് ലിറ്റററി ഡിവൈസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി, അല്ലേ? എക്സ്പോസ് ചെയ്യാൻ വേണ്ടി, തുറന്നു കാണിക്കാൻ വേണ്ടി, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പോയിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, ടെക്നിക്കാണ് ഈ പറയുന്ന സറ്റയർ എന്ന് പറയുന്നത്. എന്തിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? ഫൂളിഷ്നെസ്സിനെ, കറപ്ഷനെ, ഷോർട്ട് കമ്മിങ്, അല്ലെ? നമ്മൾ കാണാറുണ്ട് പല ഇൻഡിവിജ്വൽസും സൊസൈറ്റിയിൽ, പല ഗവൺമെൻറ്റും പല അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കറപ്ഷൻ നടത്താറുണ്ട്, ഫൂളിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡിസിഷൻസ് എടുക്കാറുണ്ട്, അല്ലെ? അപ്പം അവരൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാനും അവരുടെ ഷോർട്ട് കമ്മിങ്ങിനെ, ഫൂളിഷ്നെസ്സിനെ, കറപ്ഷനൊക്കെ ഹൈലൈറ്റ് ചെയ്യാനും എക്സ്പോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിറ്റററി ടെക്നിക്കാണ് ഈ പറയുന്ന എന്ത് സറ്റയർ എന്ന് പറയുന്നത്. ഇറ്റ് ഓഫൺ എയിംസ് ടു ഇൻസ്പയർ ചേഞ്ച് ഓർ അവയർനെസ് ബൈ ഹൈലൈറ്റിംഗ് ഫ്ലോസ്, അല്ലേ? അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം, ഈ ഒരു സറ്റയറിൻ്റെ എയിം എന്ന് പറയുന്നത് ഇൻസ്പയർ ചെയ്യുക, ചേഞ്ചസിനെ,
മാറ്റങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ചേഞ്ചസ് സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ആളുകളിലേക്ക് അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു സെറ്റയർ ഉപയോഗിക്കുന്നത് അല്ല. ഇപ്പം നമുക്കറിയാം, ഒരു കറപ്റ്റഡ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ, ഗവൺമെൻറ് ആണെങ്കിൽ, ആളുകളുടെ ഇടയിൽ അവയർനെസ് കൊണ്ടുവരണം, അതോടുകൂടി ആ ഒരു അഡ്മിനിസ്ട്രേഷനെ മാറ്റണം, ചേഞ്ച് കൊണ്ടുവരണം അല്ലേ. സറ്റയർ ഈസ് കോമൺ ഇൻ ലിറ്ററേച്ചർ, ഫിലിംസ് ആൻഡ് പൊളിറ്റിക്കൽ കാർട്ടൂൺസ്. ഓക്കെ, അപ്പം ഈ ഒരു സെറ്റയറിന് എക്സാമ്പിളാണ് ജോർജ് ഓർവെൽസ് ആനിമൽ ഫാം അല്ലേ. അപ്പം നമുക്ക് കാണാൻ സാധിക്കും, ജോർജ് ഓർവെലിൻ്റെ ഒരു നോവലാണ് ആനിമൽ ഫാം അല്ലേ. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ സെറ്റയറാണ്. അപ്പം ഇതിൽ ആരെയാണ് റെഡിക്യൂൾ ചെയ്യുന്നത്, ആരെയാണ് കളിയാക്കുന്നത്, ആരെയാണ് സെറ്ററൈസ് ചെയ്യുന്നത്? റഷ്യൻ റെവല്യൂഷനെയാണ് അല്ലേ. യഥാർത്ഥത്തിൽ റഷ്യൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ, ഒരു ഏകാധിപത്യത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു റെവല്യൂഷനാണ് റഷ്യൻ റെവല്യൂഷൻ അല്ലേ. പക്ഷെ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും, ഈ റഷ്യൻ റെവല്യൂഷൻ്റെ റിസൾട്ടായിട്ട് വീണ്ടും വരുന്നത് സ്റ്റാലിൻ എന്ന ഒരു ഭരണാധികാരിയുടെ കീഴിൽ അല്ലെ ഒരു ഏകാധിപത്യത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പം ഈ ഒരു ജോർജ് ഓർവെൽ എഴുതിയിട്ടുള്ള ആനിമൽ ഫാമിലൂടെ റെഡിക്യൂൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഡിക്യൂൾ ചെയ്യുന്നത്, കളിയാക്കുന്നത്, കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏതിനെയാണ്? റഷ്യൻ റെവല്യൂഷൻ്റെ റിസൾട്ടിനെയാണ്. അപ്പം ഈ ആനിമൽ ഫാം എന്ന് പറയുന്നത്, അതിൽ നമുക്ക് കാണാൻ സാധിക്കും ആനിമൽസ് ആണ്. ഈ ഓരോ ആനിമൽസും ആരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? റഷ്യൻ റെവല്യൂഷനിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ള ആളുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് റെഡിക്യൂൾ ചെയ്യുന്നത് ഈ ഒരു സെറ്റയറിലൂടെ? ഓക്കെ, അപ്പം റഷ്യൻ റെവല്യൂഷൻ്റെ ഫോളിഷ്നെസ്സിനെയും കറപ്ഷനെയും ഷോർട്ട് കമ്മിങ്ങിനെയും ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ലിറ്റററി വർക്കിന് എക്സാമ്പിളാണ് നമ്മൾ ഈ പറയുന്ന ഈ ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാം. മറ്റൊന്നാണ്, രണ്ടാമത്തെ ലിറ്റററി ഡിവൈസ് ആണ് ആൻറ്റിതെസിസ്. ആൻറ്റിതെസിസ് മീൻസ് പുട്ടിംഗ് ടു ഓപ്പോസിറ്റ് ഐഡിയാസ് ഇൻ എ സെൻറ്റൻസ് ടു ഷോ കോൺട്രാസ്റ്റ് ആൻഡ് ഡിഫറൻസ് ക്ലിയർലി അല്ലെ. അപ്പം ആൻറ്റിതെസിസ് എന്ന് പറയുന്നത്, നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസിനെ ഒരു സെൻറ്റൻസിൽ എന്ത് ചെയ്യുക? കൊണ്ടുവരിക അല്ലെ. ഒരേ സെൻറ്റൻസിൽ രണ്ട് ഓപ്പോസിങ് ഐഡിയാസിനെ പ്രസൻറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഐഡിയാസിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്? ടു കോൺട്രാസ്റ്റ് ഓർ ഡിഫറൻസ് ബിറ്റ്വീൻ, ആ ഒരു ഡിഫറൻസ്, രണ്ട് ഐഡിയാസ് തമ്മിലുള്ള ഡിഫറൻസിനെ ക്ലിയർ ആക്കി മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പോസിങ് ഐഡിയാസിനെ ഒരു സെൻറ്റൻസിൽ കൊണ്ടുവരുന്ന ഒരു ടൂളിനെ, മെത്തേഡിനെ, ഐഡിയ പറയുന്ന പേരാണ് എന്ത്? ആൻറ്റിതെസിസ്. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ ക്രിയേറ്റിംഗ് എ സ്ട്രൈക്കിംഗ് എഫക്റ്റ് ഇൻ ബോത്ത് പോയട്രി ആൻഡ് പ്രോസ്. ഈ പറയുന്ന ലിറ്റററി ഡിവൈസ് പോയട്രിയിലും ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ പ്രോസിലും ഒരേ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. എക്സാമ്പിൾ, മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. മാൻ പ്രപ്പോസസ് ആൻഡ് ഗോഡ് ഡിസ്പോസസ് എക്സാമ്പിളാണ്. ദിസ് സെൻറ്റൻസ് പ്രസൻറ്റ് ടു ഓപ്പോസിങ് ഐഡിയാസ്. ഒന്ന്, ഹ്യൂമൻ പ്ലാൻ തിങ്സ് ബട്ട് ഗോഡ് ഡിറ്റർമീൻസ് ദി ഔട്ട്കം അല്ലേ. അപ്പം നോക്ക് നിങ്ങൾ, ഇറ്റ് ഹൈലൈറ്റ് ഹൗ പീപ്പിൾ ഡോണ്ട് ഹാവ് ഫുൾ കൺട്രോൾ, ദ കോൺട്രാസ്റ്റ് മേക്ക് ദ മീനിങ് ക്ലിയർ അല്ലേ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ പ്രപ്പോസ് ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ പലപ്പോഴും, ബട്ട് ഗോഡ് അതിനെ എന്ത് ചെയ്യും? അതിനെ റിജക്റ്റ് ചെയ്യും അല്ലേ. ഗോഡാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറിത്തിങ് അല്ലേ. അപ്പം ഇവിടെ മാൻ പ്രപ്പോസ് ചെയ്യുന്നു, ഗോഡ് അതിനെ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പം ദീസ് സെൻറ്റൻസ് പ്രസൻറ്റ് ടു ഓപ്പോസിങ് ഐഡിയാസ്, ഹ്യൂമൻ പ്ലാൻസ് തിങ്സ് ബട്ട് ഗോഡ് ഡിറ്റർമീൻസ് ദി ഔട്ട്കം അല്ലേ. അതിൻ്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് ആരാണ്? ഗോഡാണ്. ഇങ്ങനെ നമ്മൾ ഓപ്പോസിങ് ഐഡിയാസ് ഒരേ സെൻറ്റൻസിൽ പ്രസൻറ്റ് ചെയ്യുന്ന ടൂളിനെ, മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്? ആൻറ്റിതെസിസ്. ഓക്കെ, മറ്റൊരു ലിറ്റററി ഡിവൈസാണ്, തേർഡ് വൺ ആണ് മെറ്റോണമി. Metonymy is a figure of speech where one word or phrase is used to stand for another related thing. അപ്പം ശ്രദ്ധിക്കുക, ഇതൊരു ലിറ്റററി ഡിവൈസ് ആണ്, ഒരു ടൂളാണ്. ഇവിടെ എങ്ങനെയാണ് ആ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്? വേർ വൺ വേർഡ് ഓർ ഫ്രേസ് ഈസ് യൂസ് ടു സ്റ്റാൻഡ് ഫോർ അനദർ റിലേറ്റഡ് തിങ്. ഇപ്പം നമ്മളൊരു വേർഡ് ഉപയോഗിക്കും, ഒരു ഫ്രേസ് ഉപയോഗിക്കും. ആ ഫ്രേസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരു കാര്യത്തിനെ എന്ത് ചെയ്യാൻ വേണ്ടി? റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡിനെയാണ്, അല്ലെങ്കിൽ ഫ്രേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റോണമി എന്ന് പറയുന്നത് അല്ലേ. നോക്ക് നിങ്ങൾ, ഇറ്റ് ക്രിയേറ്റ്സ് സ്ട്രോങ് ഇമേജ് ആൻഡ് മേക്സ് റൈറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പം ഈ മെറ്റോണമി നമുക്ക് കാണാൻ സാധിക്കും, ഏത് ലിറ്റററി ഡിവൈസ് ആവട്ടെ, അതൊരു ലിറ്ററേച്ചറിനെ കൂടുതൽ ഇൻട്രസ്റ്റീവ് ആയിട്ട് മാറ്റും, കൂടുതൽ മീനിങ് ഫുള്ളാക്കി മാറ്റും അല്ലേ. അപ്പം മെറ്റോണമി ക്രിയേറ്റ്സ് സ്ട്രോങ് ഇമേജസ് ആൻഡ് മേക്ക് റൈറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ് അല്ലേ. കാര്യങ്ങൾ എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ മനസ്സിലാവും. നോക്ക് നിങ്ങൾ, എന്താണ്? ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ദി സോഡ്. പെൻ ഈസ് മൈറ്റിയർ ദാൻ ദി സോഡ് അല്ലേ. പെൻ എന്തിനേക്കാളും കൂടുതൽ പവർഫുൾ ആണ്? പവർഫുൾ ദാൻ ദി
സോഡ് അല്ലേ, സോഡിനേക്കാളും കൂടുതൽ പവർഫുൾ ആണ് എന്ത്, പെൻ എന്ന് പറയുന്നത്. എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റോണമിക്ക് എക്സാമ്പിൾ ആണ്. നോക്ക് നിങ്ങൾ, ഹിയർ പെൻ മീൻസ് റൈറ്റിംഗ് ഓർ ഐഡിയാസ് ആൻഡ് ദ സോഡ് മീൻസ് വയലൻസ് ഓർ വാർ. നോക്ക് നിങ്ങൾ, ഓരോ വേർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നു. നോക്ക് നിങ്ങൾ, നോക്കൂ, പെൻ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? റൈറ്റിംഗ് ഓർ ഐഡിയാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലേ. അതുപോലെ തന്നെ സോഡ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നോക്കി നിങ്ങൾ, സോഡ് എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? മീൻസ് വയലൻസ് ഓർ വോർ അല്ലേ. ഇറ്റ് ഷോസ് ദാറ്റ് ഐഡിയാസ് ക്യാൻ ബി സ്ട്രോങ്ങർ ദാൻ ദി ഫോഴ്സ് അല്ലേ. അപ്പം ഇത് എന്തിനാണ് കാണിക്കുന്നത്? ഐഡിയ ആണ് എന്തിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ട് വരുന്നത്, എന്തിനേക്കാളും ഫോഴ്സിനേക്കാളും കൂടുതൽ പവർഫുള്ളായിട്ട് വരുന്നത്. ദ ഒബ്ജക്റ്റ് യൂസ്ഡ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു മീനിങ്. അപ്പം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്തിനെ? ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് മീനിങ്ങിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റൊരു ലിറ്റററി ഡിവൈസ് ആണ് സിമിലി. എ സിമിലി ഈസ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് തിങ് യൂസിങ് ദി വേർഡ്സ് അല്ലെ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഡിഫറെൻറ്റ് തിങ്സ്, രണ്ട് കാര്യങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന ആ ഒരു ടൂളിന് പറയുന്ന പേരാണ്, ലിറ്റററി ഡിവൈസിന് പറയുന്ന പേരാണ് സിമിലി. ഓക്കെ, അപ്പം എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? കമ്പയറിങ് ബൈ യൂസിങ് ലൈക്ക് ആസ് അല്ലേ. ആ ഒരു കമ്പയർ ചെയ്യുന്ന സെൻറ്റൻസിൽ ഈ പറയുന്ന വേർഡ്സുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെ? ലൈക്ക് ഓർ ആസ്. ഇങ്ങനെ സിമിലി എന്ന് പറയുന്നത് ലിറ്റററി ഡിവൈസ് ആണ്, വിച്ച് വി യൂസ് ടു കമ്പയർ ടു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടു ഡിഫറെൻറ്റ് തിങ്സ് ബൈ യൂസിങ് ദ വേർഡ്സ് ലൈക്ക്, ഏതൊക്കെ? ലൈക്ക് ഓർ ആസ് അല്ലെ. ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഒബ്ജക്റ്റുകളെ, വസ്തുക്കളെ കമ്പയർ ചെയ്യുന്ന ടൂളിന് പറയുന്ന പേരാണ്, ലിറ്റററി ഡിവൈസിന് പറയുന്ന പേരാണ് സിമിലി. ഇറ്റ് ഹെൽപ്സ് റീഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് ആൻ ഐഡിയ മോർ ക്ലിയർലി ബൈ കണക്റ്റിംഗ് ഇറ്റ് ടു സംതിങ് ഫെമിലിയർ. അപ്പം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് അറിയുന്ന കാര്യങ്ങളെ അല്ലെ, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഒരു അറിയുന്ന കാര്യവും അറിയാത്ത കാര്യങ്ങൾ അല്ലെ, നമ്മളൊരു പുതിയൊരു കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ അറിയാത്ത ആ ഒരു കാര്യത്തിനെ നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യവുമായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റുമായിട്ട്, വസ്തുവായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, നോക്കൂ നിങ്ങൾ, അതിന് എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ നോക്കൂ. യെസ്, ഹെർ സ്മൈൽ വാസ് ആസ് ബ്രൈറ്റ് ആസ് ദി സൺ. ഹെർ സ്മൈൽ വാസ് ആസ് ബ്രൈറ്റ് ആസ് ദി സൺ അല്ലേ. അപ്പം എന്തിനെ കമ്പയർ ചെയ്യുന്നത്? ഇവിടെ സ്മൈലിനെ എന്തായിട്ടാണ്? സണ്ണിൻ്റെ ബ്രൈറ്റ്നെസ്സിനോടാണ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്നത് അല്ലേ. ആസ് നോക്ക് നിങ്ങൾ, ഇവിടെ ആ ഒരു വേർഡ്, ഏത് വേർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്? കമ്പാരിസൺ ഉപയോഗിച്ചിട്ടുള്ളത് ആസ് ആണ് അല്ലേ. ദിസ് സെൻറ്റൻസ് കമ്പയർ എ സ്മൈൽ ടു ദ സൺ യൂസിങ് ആസ്. It means a smile was full of light and happiness. The smile helps us imagine how cheerful she looked അല്ലേ. അപ്പം നമ്മൾ കാണാൻ സാധിക്കും ഷീ ഈസ് ജസ്റ്റ് ലൈക്ക് ഫുൾ ഓഫ് ലൈറ്റ് ആൻഡ് ഹാപ്പിനെസ് അല്ലേ. അപ്പം നമ്മൾ സണ്ണിനെ പോലെ അത്രത്തോളം ബ്രൈറ്റ് ആണെന്ന് പറയുന്ന സമയത്ത് അവളുടെ ഒരു ഫേസിനെയും അവളുടെ ഹാപ്പിനെസ്സിനെയും പ്ലസൻറ്റ് സിറ്റുവേഷനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, മറ്റൊന്ന് നോക്കൂ നിങ്ങൾ. നെക്സ്റ്റ് വൺ, ആലിഗറി. ആൻ ആലിഗറി ഈസ് എ സ്റ്റോറി ഓർ പോം ഓർ പിക്ചർ ദാറ്റ് ഹാസ് എ ഡീപ്പർ മീനിങ് ബിയോണ്ട് സർഫേസ് അല്ലേ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ആലിഗറി എന്ന് പറയുന്നത് ദാറ്റ് ക്യാൻ ബി എ സ്റ്റോറി, ഒരു പോയം ആവാം, പിക്ചർ ആവാം. അതിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഹാസ് എ ഡീപ്പ് മീനിങ് ബിയോണ്ട് ദി സർഫേസ് അല്ലേ. അപ്പം ലിറ്ററൽ മീനിങ്ങിനേക്കാളും വേർഡ് മീനിങ്ങിനേക്കാളും അപ്പുറത്ത് എന്തുണ്ടായിരിക്കും? there will be an another meaning അല്ലേ. അപ്പം ആലിഗറി എന്ന് പറയുന്നത് ഏതൊക്കെ ഫോമിലാവാം? ദാറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് സ്റ്റോറി, പോം ഓർ പിക്ചർ. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഹാസ് എ ഡീപ്പർ മീനിങ് ബിയോണ്ട് ദി സർഫേസ്. സർഫേസ് മീൻസ് നമ്മൾ പുറമെ കാണുന്ന ഔട്ട്വേർഡ് മീനിങ്ങിനേക്കാളും അതിലൊരു ഹിഡൻ മീനിങ് ഉണ്ടായിരിക്കും. ഇറ്റ് ഓഫൺ റെപ്രസെൻറ്റ് മോറൽ, പൊളിറ്റിക്കൽ ഓർ സ്പിരിച്വൽ ഐഡിയാസ് യൂസിങ് സിംബോളിക് ക്യാരക്ടേഴ്സ് ആൻഡ് ഈവൻറ്റ്സ് അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അപ്പം ഇത്തരത്തിൽ വരുന്ന ആലിഗറീസ് ഒക്കെ എന്തായിരിക്കും? മോറൽ ആയിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്പിരിച്വൽ ഐഡിയാസിനെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. അതും എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി റെപ്രസെൻറ്റ് ചെയ്യുന്നത്? യൂസിങ് സിംബോളിക് ക്യാരക്ടേഴ്സ് ഇവൻസിൽ. അപ്പം ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്ന ഓരോ ക്യാരക്ടേഴ്സും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും? ഏതെങ്കിലും ഒരു മോറൽ വാല്യൂസിനെ, പൊളിറ്റിക്കൽ വാല്യൂസിനെ
ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആലിഗറിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സും ഇവൻസുകളൊക്കെ എന്തിനെ സിംബോളിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും? മോറൽ വാല്യൂസിനെയോ പൊളിറ്റിക്കൽ വാല്യൂസിനെയോ സ്പിരിച്വൽ ഐഡിയാസിനെയോ ഒക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ജോൺ ബന്യൻസ് പിൽഗ്രിം പ്രോഗ്രസ്. ജോൺ ബന്യൻസ് പിൽഗ്രിം പ്രോഗ്രസ്. അപ്പം ഈ ഒരു പിൽഗ്രിം പ്രോഗ്രസ് എന്ന് പറയുന്ന ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത, ഇൻ ദിസ് സ്റ്റോറി ദ ക്യാരക്ടർ ക്രിസ്ത്യൻ ഗോസ് ഓൺ എ ജേർണി, ഈച്ച് പ്ലേസ് ആൻഡ് പേഴ്സൺ ഹി മീറ്റ്സ് സ്റ്റാൻഡ് ഫോർ സ്പിരിച്വൽ ഐഡിയാസ്. അപ്പം ഇദ്ദേഹം ഒരു യാത്ര പോവുകയാണ്. ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ യാത്ര പോവുകയാണ്. അപ്പം അദ്ദേഹം ഒരു യാത്ര പോകുന്ന സമയത്ത് there was a different obstacles throughout his ജേണി. അദ്ദേഹത്തിൻ്റെ ജേണിയിലുടനീളം ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് അദ്ദേഹം ഫേസ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഈ ഓരോ ഒബ്സ്റ്റക്കിൾസും എന്തിനെ, അല്ലെങ്കിൽ അദ്ദേഹം ഒരുപാട് ക്യാരക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പോസിറ്റീവ് ക്യാരക്ടേഴ്സിനെ അദ്ദേഹം മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഓരോ അദ്ദേഹത്തിൻ്റെ ഓരോ മീറ്റപ്പുകളും ഓരോ പോയിന്റുകളും എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? സ്പിരിച്വൽ ഐഡിയാസിനെ എന്ത് ചെയ്യുന്നുണ്ട്? റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ യാത്രയെ എന്തിനായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? എന്തിനെ? സാൽവേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയായിട്ട് അല്ലേ. അതുപോലെ തന്നെ ദ ഓൾ സ്റ്റോറി ടീച്ചേഴ്സ് ദ മോറൽ അബൌട്ട് ഫെയ്ത്ത് ആൻഡ് സാൽവേഷൻ. അപ്പം നമുക്കറിയാൻ സാധിക്കും നമ്മുടെ വിശ്വാസങ്ങൾ, ഏത് റിലീജിയസ് വിശ്വാസങ്ങളിലൊക്കെ ഒരുപാട് ഓബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ, ചാലഞ്ചസ് വരാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഒരു മോക്ഷത്തിലേക്ക്, സാൽവേഷനിലേക്ക് പോകുന്ന ഒരു യാത്രയിലൊക്കെ തന്നെ ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് വരാറുണ്ട് അല്ലേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കൽ ജേണിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ഇത്തരത്തിൽ ഓബ്സ്റ്റക്കിൾസ് ഉണ്ട്. അപ്പം ആ ഓരോ ഇവൻസുകളൊക്കെ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്? മറ്റൊരു റിലീജിയസ് ആയിട്ടുള്ള സ്പിരിച്വൽ മീനിങ് കൂടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആലിഗറിക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്, റിട്ടൺ ബൈ ജോൺ ബന്യൻ. ഓക്കെ, മറ്റൊന്നാണ് മെറ്റഫർ. A metaphor is a figure of speech where one thing is described as if it were something else without using like or as അല്ലെ. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ് മെറ്റഫർ എന്ന് പറയുന്നത്. ഇതൊരു ലിറ്റററി ഡിവൈസ് ആണ്, ലിറ്റററി ടൂളാണ്, യൂസ്ഡ് ബൈ ദ റൈറ്റേഴ്സ്. എന്തിനാണ് ഉപയോഗിക്കാറുള്ളത്? നോക്ക് നിങ്ങൾ. വൺ തിങ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇഫ് ഇറ്റ് വെയർ സംതിങ് എൽസ്. നോക്ക് നിങ്ങൾ, എക്സാമ്പിൾ നോക്ക് നിങ്ങൾ, എങ്ങനെയാണ് ഇവിടെ കമ്പാരിസൺ വരുന്നത് നോക്ക് നിങ്ങൾ. നോക്ക്, ഇറ്റ് ക്രിയേറ്റ് ദ ഡയറക്റ്റ് കമ്പാരിസൺ ടു മേക്ക് റൈറ്റിംഗ് മോർ വിവിഡ്. ഓക്കെ, ഇവിടെ ചെറിയൊരു വ്യത്യാസം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. മെറ്റഫർ എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് കമ്പാരിസൺ, സിമിലി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ആ ഒരു വ്യത്യാസം പ്രത്യേകം നോട്ട് ചെയ്യുക. ഞാൻ നേരത്തെ സിമിലി ഡിസ്കസ് ചെയ്ത സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇറ്റ് ക്രിയേറ്റ്സ് എ ഡയറക്റ്റ് കമ്പാരിസൺ ടു മേക്ക് ദ റൈറ്റിംഗ് മോർ വിവിഡ് ആൻഡ് ഇമാജിനേറ്റീവ് അല്ലേ. അപ്പം ശ്രദ്ധിക്കുക, ഇതൊരു ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. ഡയറക്റ്റ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഒബ്ജക്റ്റ്. രണ്ട് ഒബ്ജക്റ്റുകൾ, രണ്ട് വസ്തുക്കൾ, രണ്ട് ഐഡിയാസിനെ നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ അല്ലേ, കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് മെറ്റഫർ നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. എക്സാമ്പിൾ നോക്കും നിങ്ങൾ. ടൈം ഈസ് എ തീഫ്. ടൈം ഈസ് എ തീഫ്. ദിസ് മീൻസ് ടൈം പാസസ് ക്വിക്ക്ലി ആൻഡ് ടേക്ക് തിങ്സ് എവേ ലൈക്ക് എ തീഫ്. നോക്ക് നിങ്ങൾ, ഇവിടെ കമ്പയർ ചെയ്യാണ്. ടൈം എന്ന് പറയുന്നത് ആരാണ്? കമ്പയർ ചെയ്യാണ്. ടൈമിന് എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത്? ടൈം ഈസ് എ തീഫ് അല്ലെ. തീഫാണ്, ഒരു കുറ്റവാളിയാണ്. ഇവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല? ലൈക്കോ ആസോ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഡയറക്റ്റ് കമ്പാരിസൺ ആണ് വരുന്നത്. നോക്ക് നിങ്ങൾ. ദിസ് മീൻസ് ടൈം പാസസ് ക്വിക്ക്ലി ആൻഡ് ടേക്സ് തിങ്സ് എവേ ലൈക്ക് എ തീഫ് ഈവൻ ദോ ടൈം ഈസ് നോട്ട് ലിറ്റററി സ്റ്റീലിംഗ്. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും സമയം എന്ന് പറഞ്ഞ തീഫാണ്. ഇതൊരു ഡിസ്ട്രക്ടറാണ് അല്ലെ. എല്ലാത്തിനും നശിപ്പിക്കും. വെൽത്തിനെ, ബ്യൂട്ടിയെ എല്ലാത്തിനെയും എന്ത് ചെയ്യും? നമ്മളിൽ നിന്നും എടുത്തു കളയും അല്ലേ. അപ്പം സമയം ഒരു പവർഫുൾ അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആരെ പോലെയാണ്? തീഫിനെ പോലെയാണ്. അപ്പം ടൈം ഇസ് എ തീഫ് അല്ലേ. ഡയറക്റ്റ് കമ്പാരിസൺ ആണ്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, മറ്റൊന്നാണ് സിമ്പിൾ. A symbol is something that stand for something else, often a deeper meaning or ideas. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സിമ്പിൾ എന്ന് പറയുന്നത് സംതിങ് ദാറ്റ് സ്റ്റാൻഡ് ഫോർ സംതിങ് എൽസ്, ഓഫൺ ഡീപ്പർ മീനിങ് ഓർ ഐഡിയ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, സിമ്പിൾ എന്ന് പറയുന്നത് എന്തുമാവാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? ദാറ്റ് സ്റ്റാൻഡ് ഫോർ സംതിങ് എൽസ്. അതിനൊരു
മറ്റൊരു മീനിങ് ഉണ്ടായിരിക്കും അല്ലേ? ഓപ്പൺ ഡീപ്പർ മീനിങ് ഓർ ഐഡിയ, എന്തെങ്കിലും ഒരു ഐഡിയ ആയിരിക്കും അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡീപ്പർ മീനിങ് ഉണ്ടായിരിക്കും എന്ത് ഓരോ സിമ്പിൾസിനും. ഓക്കെ, റൈറ്റർ യൂസ് സിമ്പിൾസ് ടു ഗിവ് ലെയേഴ്സ് ഓഫ് മീനിങ് ടു ദ വർക്ക്. അപ്പം ഇവിടെ ഈ സിമ്പിൾസ് ഉപയോഗിക്കുന്നത് സാധാരണ റൈറ്റേഴ്സ് ലെയേഴ്സ് ഓഫ് മീനിങ് ഉണ്ടായിരിക്കും അല്ലെ? ഡിഫറെൻറ്റ് ലെവലിൽ സിംബോളിക് മീനിങ് ഉണ്ടായിരിക്കും, ലിറ്ററൽ മീനിങ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ലെയേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മീനിങ്ങുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? സിമ്പിൾസ്. ആരുപയോഗിക്കുന്നത്? റൈറ്റേഴ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മറ്റൊന്നാണ് ഐറണി. Irony is when something happens that is opposite what is expected or said. അല്ലേ? അപ്പം ഐറണി എന്ന് പറയുന്നത് എന്താണ്? നോക്ക് നിങ്ങൾ. എന്താ ഐറണി എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്ന്, സംഭവിക്കുന്നത് മറ്റൊന്ന്. അതിനാണ് നമ്മൾ സാധാരണ എന്ത് പറയാറുള്ളത്? ഐറണി എന്ന് പറയുന്നത് അല്ലേ? ഐറണി ഈസ് when something happens that is opposite of what is expected or said. അല്ലേ? അപ്പം സംഭവിക്കുന്നതൊന്നും നമ്മൾ സംഭവിക്കാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മറ്റൊന്നും അല്ലേ? ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഐറണി എന്ന് സാധാരണ പറയാറുള്ളത്. നോക്ക് നിങ്ങൾ. ഇറ്റ് ഈസ് യൂസ് ടു ക്രിയേറ്റ് ഹ്യൂമർ, സർപ്രൈസ് ഓർ ഹൈലൈറ്റ് എ ഡീപ്പർ ട്രൂത്ത് അല്ലേ? അപ്പം ഇത് പലപ്പോഴും ഡീപ്പർ ട്രൂത്തിനെയും സർപ്രൈസിനെയും ഹ്യൂമർ സിറ്റുവേഷനെ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ഏത് ഉപയോഗിക്കാറുള്ളത്? ഐറണി ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നോക്ക് നിങ്ങൾ. എക്സാമ്പിൾ നോക്കൂ നിങ്ങൾ. ഇവിടെ കൊടുത്ത എക്സാമ്പിൾ നോക്കൂ. ഓക്കെ, ഒന്നും കൂടെ നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ഐറണി ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ വിച്ച് മീനിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ലിറ്ററൽ മീനിങ് അല്ലേ? അപ്പം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്ക് നിങ്ങൾ. ഫോർ എക്സാമ്പിൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ആരോടെങ്കിലും കൂടുതൽ ബാക്ക് ബൈറ്റ് ചെയ്തു അല്ലേ? ആരോടെങ്കിലും നമ്മൾ കൂടുതലായിട്ട് വെർബലി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്ത്? ഹാവ് എ നൈസ് ഡേ അല്ലേ? ഹാവ് എ നൈസ് ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല ദിവസം ഉണ്ടാവട്ടെ എന്നാണോ? നമുക്ക് ദേഷ്യം വരുന്ന സമയം നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത്? നേരെ ഓപ്പോസിറ്റ് മീനിങ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അല്ലേ? പോയി കുടുങ്ങട്ടെ എന്നുള്ള രൂപത്തിലായിരിക്കും പറയുന്നത് അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. എന്ത്? ഒരു ഐറോണിക് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ. ഓക്കെ, അപ്പം ഇവിടെ നോക്ക് നിങ്ങൾ. ഇവിടെ എക്സാമ്പിൾ നോക്ക് നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, റോമിയോ ആൻഡ് ജൂലിയറ്റ്. The audience knows that Juliet is alive, but Romeo doesn't. അതിന് മോറൽ സെൻറ്റൻസ് നോക്കി. ഇൻ ലിറ്ററേച്ചർ, ഡ്രമാറ്റിക് ഐറണി is when the audience knows something the character don't. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ, ഈ ഐറണി ഡിഫറെൻറ്റ് ടൈപ്സ് ആക്കി തിരിക്കാൻ സാധിക്കും നമുക്ക്. വെർബൽ ഐറണി, സിറ്റുവേഷണൽ ഐറണി, ദെൻ ഡ്രമാറ്റിക് ഐറണി. ഇതിൽ ഡ്രമാറ്റിക് ഐറണിക്ക് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ഈ ഒരു പ്ലേയിൽ നിന്നും. അതിൽ നമുക്ക് കാണാൻ സാധിക്കും ഓഡിയൻസിന് അറിയാം. എന്താ ഓഡിയൻസിന് അറിയാം? ഏത്? ഒരു എക്സാമ്പിളാണ്. ഓഡിയൻസിന് അറിയാം, പക്ഷേ ആ ക്യാരക്ടേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു ഡ്രാമയിൽ വരുന്ന ലിറ്റററി വർക്കിൽ വരുന്ന ക്യാരക്ടേഴ്സിന് അറിയണമെന്നില്ല അല്ലേ? അപ്പം അങ്ങനെ നോക്ക് നിങ്ങൾ. ഡ്രമാറ്റിക് ഐറണി നോക്ക് നിങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇൻ റോമിയോ ആൻഡ് ജൂലിയറ്റ്, ഓഡിയൻസ് നോസ് ജൂലിയറ്റ് ഈസ് അലൈവ് ബട്ട് റോമിയോ ഡസൻറ്റ് അല്ലേ? അതിൽ നമുക്ക് കാണാൻ സാധിക്കും റോമിയോ ആൻഡ് ജൂലിയറ്റിൽ ജൂലിയറ്റ് വിചാരിക്കുന്നു, ആര്? റോമിയോ വിചാരിക്കുന്നു എന്ത്? ജൂലിയറ്റ് മരിച്ചിട്ടുണ്ടെന്ന് അല്ലേ? അപ്പം ഇദ്ദേഹം റോമിയോ എന്ത് ചെയ്യുന്നുണ്ട്? സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് അല്ലേ? ആക്ച്വലി ഓഡിയൻസിന് അറിയാം എന്ത്? ജൂലിയറ്റ് ഇപ്പോഴും സ്റ്റിൽ അലൈവ് ആണ്, ജീവനോടെ ഉണ്ടെന്ന് അല്ലേ? പക്ഷേ ആർക്കറിയാം? ഓഡിയൻസിന് അറിയാം ജൂലിയറ്റ് ഈസ് സ്റ്റിൽ അലൈവ്. എന്നാൽ റോമിയോ വിചാരിക്കുന്നു ജൂലിയറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി മരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ലിറ്ററേച്ചറിൽ നോക്കി നിങ്ങൾ, വെൻ ദ ഓഡിയൻസ് നോ സംതിങ് ദ ക്യാരക്ടേഴ്സ് ഡസൻറ്റ് നോ അല്ലേ? അപ്പം ഇവിടെ ഇത്തരത്തിൽ വരുന്ന ഈ ഒരു എക്സാമ്പിൾ എന്തിന് എക്സാമ്പിളാണ്? ഡ്രമാറ്റിക് ഐറണിക്ക് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് മറ്റൊന്ന്, ഹൈപ്പർബലി അല്ലേ? ഹൈപ്പർബലി നോക്കി നിങ്ങൾ. ഹൈപ്പർബലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് that uses extreme exaggeration to make a point or show strong emotion. ഈ ഹൈപ്പർബലി സാധാരണ ഉപയോഗിക്കാറുള്ളത് ഒരു എക്സ്ട്രീം എക്സാജറേറ്റ് ചെയ്യാൻ അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? എക്സാജറേറ്റ് ചെയ്യും, പൊക്കി അല്ലെ എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാറുണ്ട്. അത് എന്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പർബലി നമ്മൾ ഉപയോഗിക്കാറുള്ളത്? എസ്പെഷ്യലി ടു ഷോ സ്ട്രോങ് ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഇറ്റ് ഈസ് നോട്ട് മീൻ ടു ബി ടേക്കൻ ലിറ്ററലി. പക്ഷെ അതൊരു വേർഡ് മീനിങ് വെച്ച് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും?
പിന്നെ അത് ഇൻകറക്റ്റ് ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ നോക്കൂ, നിങ്ങൾ എക്സാമ്പിൾ നോക്കൂ. എക്സാമ്പിൾ, യെസ്, എക്സാമ്പിൾ, ഐ ലവ് യു ഡിയർ, ഐ ലവ് യു ടിൽ ചൈന ആൻഡ് ആഫ്രിക്ക മീറ്റ്. നോക്ക്, രണ്ട് എക്സ്ട്രീമാണ്. ഐ ലവ് യു ഡിയർ, ഐ വിൽ ലവ് യു ടിൽ ചൈന ആൻഡ് ആഫ്രിക്ക മീറ്റ്. നോക്ക്, നിങ്ങളത് പോസിബിൾ ആണോ? അത്രയും രൂപത്തിൽ എക്സാജറേറ്റ് ചെയ്യുകയാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ പറയാറുണ്ട് ചില സമയത്ത് നമ്മുടെ വിശപ്പിനെ, നമ്മൾ ഹംഗ്രിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറയും, ഇപ്പോൾ ഒരു ആനയെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ വിശപ്പ് മാറില്ല എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ഇതുപോലെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യുന്ന സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹൈപ്പർബോളി എന്ന് പറയുന്നത്. ഐ വിൽ ലവ് യു ഡിയർ, ഐ വിൽ ലവ് യു ടിൽ ചൈന ആൻഡ് ആഫ്രിക്ക മീറ്റ്. W.H. Auden അദ്ദേഹത്തിൻ്റെ വർക്കിൽ പറയുന്നതാണ്. ദിസ് ലൈൻ എക്സാജറേറ്റ് ദ സ്പീക്കേഴ്സ് ലവ് ബൈ ക്ലെയിമിങ് ഇറ്റ് വിൽ ലാസ്റ്റ് അൺടിൽ ഇമ്പോസിബിൾ ഇവൻറ്റ് ഹാപ്പൻ. അപ്പോൾ രണ്ടും കൂടി ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ചൈനയും ആഫ്രിക്കയും ഒരിക്കലും തന്നെ മീറ്റ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. അപ്പം അതിനെ ഒരു എക്സാജറേറ്റ് ചെയ്തുകൊണ്ട്, അതും സ്ട്രോങ് ഇമോഷൻസിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നത്, അവരുടെ ആ ഒരു സ്ട്രോങ് ബോണ്ട് അല്ലെ, അവരുടെ ലവ് അല്ലെ, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആ ഒരു എക്സാജറേഷൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഷോസ് ഡീപ്പ് ആൻഡ് പാഷനേറ്റ് ഫീലിംഗ് ഇൻ എൻ എക്സാജറേറ്റഡ് ബട്ട് പോയറ്റിക് വേ. ഓക്കെ, മറ്റൊന്നാണ് യൂഫിമിസം. Euphemism is a polite or mild word used instead of harsh or direct one. അല്ലേ, ഇപ്പം നമുക്ക് യൂഫിമിസം എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു പൊളൈറ്റ് ആയിട്ടുള്ള മൈൽഡ് വേർഡ് ഉപയോഗിക്കുന്ന ഒരു ടെക്നീക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂഫിമിസം എന്ന് പറയുന്നത്. അല്ല, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ മരിക്കുന്ന സമയത്തൊക്കെ ഡൈഡ്, ഡെത്ത് എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം അതിനെ നമ്മൾ പൊളൈറ്റായിട്ട് റെസ്പെക്റ്റ് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഹാഷായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ പറയുന്നതിന് പകരം അതിൽ പൊളൈറ്റ് ആയിട്ടുള്ള മൈൽഡ് വേർഡ് ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നീക്സിനെ, മെത്തേഡിനെ പറയുന്ന പേരാണ് എന്ത്, യൂഫിമിസം. അപ്പോൾ ഇറ്റ് സോഫ്റ്റൻ the message, especially when the talking about the death, illness and unpleasant topic. ഇത് എങ്ങനെ നമ്മളത് പൊളൈറ്റ് വേർഡ് ഉപയോഗിക്കുന്നത്, ഡെത്തിനെ കുറിച്ചും ഇൽനെസ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറയുന്ന സമയത്ത് പൊളൈറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ആളുകളെ അല്ലേ അരോസരപ്പെടുത്താത്ത മൈൽഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ടെക്നീക്സിന്, മെത്തേഡിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ലിറ്റററി ഡിവൈസിന് പറയുന്ന പേരാണ് യൂഫിമിസം. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. ഹി ഗിവ് അപ്പ് ദി ഗോസ്റ്റ്, ബൈബിൾ കിങ് ജെയിംസ് വേർഷൻ. ലൈക്ക്, അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ബൈബിളിന് നേരത്തെ ബൈബിളിന് പല വേർഷൻസും വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഈ കിങ് ജെയിംസിൻ്റെ വേർഷൻ ഒരു ഫേമസ് ആയിട്ടുള്ള വേർഷൻ ഓഫ് ബൈബിളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹി ഗേവ് അപ്പ് ദി ഗോസ്റ്റ് അല്ലേ. ഇവിടെ ഗേവ് അപ്പ് മീൻസ് നമുക്ക് കാണാൻ സാധിക്കും ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പിന്നെ കൊല ചെയ്യപ്പെട്ടു, മരിച്ചു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇവിടെ കുറച്ചും കൂടെ മൈൽഡ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ നമുക്ക് കാണാൻ സാധിക്കും ദിസ് ഫ്രേസ് ഈസ് എ യുഫെമിസം ഫോർ ഡൈങ്. നോക്കി നിങ്ങൾ, ഇറ്റ് റീപ്ലേസസ് ഹാഷ് വേർഡ് ഡൈഡ് വിത്ത് എ സോഫ്റ്റർ മോർ പോയറ്റിക് എക്സ്പ്രഷൻ കോമൺ ഇൻ ലിറ്ററേച്ചർ ആൻഡ് റിലീജിയസ് ടെക്സ്റ്റ് അല്ലേ. അപ്പം നമ്മൾ ഇത്തരത്തിൽ ഹി ഗിവ് അപ്പ് ദ ഗോസ്റ്റ് എന്ന് പറയുന്നത് നോക്കി നിങ്ങൾ, അതെന്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരാൾ മരിച്ചു എന്നതിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹി ഗിവ് അപ്പ് ദി ഗോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആണോ? അപ്പം ഇതുപോലെ, അപ്പം ഇവിടെ നമ്മൾ ഡൈഡ് എന്നുള്ള ആ ഒരു വേർഡിനെ നമ്മൾ ഡയറക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ഹി ഗിവ് അപ്പ് ദി ഗോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് കോമൺ ആയിട്ട് ലിറ്ററേച്ചറിലും റിലീജിയസ് ടെക്സ്റ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു യൂഫെമിസത്തിന് എക്സാമ്പിളാണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്, മറ്റൊന്നാണ്, മറ്റൊരു ലിറ്റററി ഡിവൈസാണ് ഓണമറ്റോപോയ. നോക്കുക, ഓണമറ്റോപോയ നോക്കി നിങ്ങൾ, ഈസ് എ വേർഡ് ദാറ്റ് ഇമിറ്റേറ്റ് നാച്ചുറൽ സൗണ്ട്, ഇറ്റ് മേക്ക് ദ റൈറ്റിംഗ് മോർ വിവിഡ്, ഹെൽപ്സ് ദി റീഡേഴ്സ് ഹിയർ ദ സൗണ്ട് ബീങ് ഡിസ്ക്രൈബ്ഡ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ചില എക്സാമ്പിൾ നോക്കിയാൽ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പം നോക്കുന്നെങ്കിൽ നാച്ചുറൽ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, ബീസ് ബസ്ഡ് ഇൻ ദി ഗാർഡൻ. ബസ് 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 അല്ലെ, ബീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈച്ച, തേനീച്ചകൾ സാധാരണ ഉണ്ടാക്കുന്ന സൗണ്ടാണ് ബസ് ബസ് അല്ലേ. ഇങ്ങനെ നാച്ചുറൽ സൗണ്ടിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത് പറയുന്ന വേർഡ്സിനെയാണ് അല്ലേ. നോക്ക് നിങ്ങൾ, ദ വേർഡ് ബസ്ഡ് സൗണ്ട് ലൈക്ക് ദ റിയൽ നോയ്സ്
ബീസ് മേക്ക് അല്ലേ? അപ്പം ഇങ്ങനെ ഓണമറ്റപ്പോയ മീൻസ് ഓക്കെ. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, ഓണമറ്റപ്പോയ മീൻസ് ഇറ്റ് ഈസ് എ വേർഡാണ്. ആ വേർഡിൻ്റെ പ്രത്യേകത എന്താ? ദാറ്റ് ഇമിറ്റേറ്റ്സ് നേച്ചുറൽ സൗണ്ട്. നേച്ചുറൽ സൗണ്ടിനെ ആസ് ഇറ്റ് ഈസ് ഇമിറ്റേറ്റ് ചെയ്യുക അല്ലേ? അപ്പം നോക്ക് നിങ്ങൾ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ദ ബീസ് ബസ്ഡ് ഇൻ ദി ഗാർഡൻ അല്ലേ? ഇപ്പം ഇവിടെ ഈ ഒരു വേർഡ് ഉപയോഗിച്ച് കാണാൻ നിങ്ങൾക്ക് ബസ്ഡ് അല്ലേ? ഈ ഒരു ബസ്ഡ് എന്ന് പറയുന്ന ബസ് 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 അല്ലെ, ആ ഒരു നേച്ചുറൽ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഏതാണ് എവിടെ നിന്നാണ് ആ ഒരു നേച്ചുറൽ സൗണ്ട് വരുന്നത്? ബീസ് സാധാരണ ഉണ്ടാക്കുന്ന ഒരു സൗണ്ടാണ് അല്ലേ? ഇങ്ങനെ നമ്മൾ നാച്ചുറൽ സൗണ്ടിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓണമറ്റപ്പോയ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിവേ നൗ ലെറ്റ് മീ സ്റ്റോപ്പ് ഹിയർ. ഹാവ് എ നൈസ് ഡേ.